സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർമാനമായി ദൈവവചനം പഠിപ്പാൻ ദൈവം നൽകുന്ന വിലയേറിയ സന്ദർഭങ്ങൾക്കായി സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയ ഇടത്തു നിന്നും ഇന്ന് നമ്മുടെ പഠനം ആരംഭിക്കാം എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം. അതിനു മുൻപുള്ള 3 സുവിശേഷങ്ങളുടെയും ഏതാണ്ടൊരു ഔട്ട്ലൈൻ മാത്രം, ഡീറ്റെയിൽ സ്റ്റഡി ഒന്നുമല്ല, ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ വിഷയത്തിന് അത്ര മതിയാകും. ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് പിന്നാലെ ആകാം. യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന യോഹന്നാന്റെ സുവിശേഷം, അത് മറ്റ് സുവിശേഷങ്ങളെക്കാൾ അല്പം കൂടെ ഒന്ന് വിശദമാക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിരവധി തവണ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊന്നും ഞാനിപ്പോൾ ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എഫെസോസിൽ സഭ ആരംഭിച്ചത് പൗലോസ് ആണെങ്കിലും ചില നാളുകൾക്ക് ശേഷം പൗലോസ് അവിടുന്ന് മറ്റിടത്തേക്ക് നീങ്ങിയപ്പോൾ വളരെ യൗവനക്കാരനായ തിമോഥെയോസിനെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. എന്നാൽ എഫെസോസ് സഭയിൽ ഉയർന്നു വന്ന ദൈവശാസ്ത്രപരമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിൽ അതിനുള്ള പ്രായമോ പക്വതയോ അറിവോ തിമോഥെയോസിനില്ലാതെ വന്നതിനാൽ പകരം ആ ചുമതല യോഹന്നാനെ ഏൽപ്പിക്കുന്നതായി നാം കാണും. നമുക്കറിയാം, യോഹന്നാൻ പത്മോസിലായിരുന്നു നാട് കടത്തപ്പെട്ടത്. അവിടെ നാട് കടത്തപ്പെട്ടവരാരും മടങ്ങി വന്ന ചരിത്രമില്ല. പക്ഷെ ആ സിസ്റ്റത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചടുക്കിക്കൊണ്ട് യോഹന്നാൻ മടങ്ങി വന്നു. തന്നിലൂടെ ചെയ്യേണ്ട സകല ശുശ്രൂഷകളും ദൈവം ചെയ്തെടുത്തു. മടങ്ങി വന്നതിന് ശേഷമാണ് എഫെസോസ് സഭയുടെ ചുമതലയൊക്കെ യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. പിന്നെ തന്റെ അന്ത്യ നാൾ വരെയും എഫെസോസിൽ തന്റെ സാന്നിധ്യവും താൻ അവിടുത്തെ എഫെസോസ് സഭയുടെ ബിഷപ്പ് എന്ന നിലയിൽ അവിടെ ആയിത്തീരുകയും ചെയ്തു. ഞാൻ ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ എല്ലാ നിലയിലും യോഹന്നാന്റെ രചന, എഴുത്ത് കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. വളരെ ശ്രദ്ധയോടെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഇതിനിടയ്ക്ക് സ്തോത്രം പറയുകയോ ഹല്ലേലൂയ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അതിന്റെ ലിങ്ക് വിട്ടു പോകാതെ ഇങ്ങനെ പറഞ്ഞു വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വളരെ ആവശ്യമാണ്. ക്ലാസ് ആയിട്ട് പോകണമല്ലോ, അത് ഉപവാസ പ്രാർത്ഥനയാക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെല്ലാം വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് സന്തോഷം. ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഓൺ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും പേരെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ, എനിക്ക് സന്തോഷം തോന്നി. കയറി ജോയിൻ ചെയ്യപ്പോഴേ കേൾക്കുന്ന പാട്ട് ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എന്നാണ്. ഇപ്പൊ ഞാനും അത് ശരിയായി, ഏറെ നാളായി ഇങ്ങനെ പലരെയും കാണാൻ കാത്തിരിക്കുന്നവരെയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള സന്തോഷം എനിക്കും ഉണ്ടായി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം മറ്റ് രചനകളിൽ നിന്നെല്ലാം കൊണ്ടും വ്യത്യസ്തം. 21 അധ്യായങ്ങളുള്ള യോഹന്നാന്റെ സുവിശേഷം. ആ 21 അധ്യായത്തിനും വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളിൽ എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം കിട്ടുമ്പോൾ ആ 21 അധ്യായം ഒന്ന് പരിശോധിച്ചു നോക്കണം. 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായം 3-ാം നാൾ ഗലീല കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. അതും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു നീക്കോദിമോസ് നമ്മുടെ സംഭാഷണം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശമരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 5-ാം അധ്യായത്തിൽ 38 വർഷമായി കുളക്കര കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പം ഞാനാകും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ.
7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ തലയാട്ടുണ്ട്, ബാക്കി കണ്ടുപിടിച്ചാൽ മതി. പോരട്ടെ തലയാട്ടിത്, എനിക്ക് ബാക്കി അറിയത്തില്ല, നിങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ പോയാലും ശരിയാകത്തില്ല, ഒരു ക്ലാസ് അല്ലേ. കേട്ടിരിക്കാൻ നല്ല രസമല്ലേ? പുസ്തകം കയ്യിലുണ്ടല്ലോ, ആ 21 അധ്യായത്തിൽ ഒന്ന് കണ്ടുപിടിച്ച് ഒരു അസൈൻമെന്റ് ആയിട്ട് കിടക്കട്ടെ. എഴുതാൻ നല്ല സുഖം, പുറകെ പോരുന്നുണ്ട്, പറയുന്നില്ലേ ഞാൻ. എനിക്കറിയാമെന്ന് ഞാൻ സമ്മതിച്ചു, കാര്യം തീർന്നല്ലോ. നിങ്ങൾ ആ 21 അധ്യായത്തിലെയും മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കുക. വളരെ ഈസിയാണ്. 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ചരിത്രം യോഹന്നാൻ അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ, ആരും പറഞ്ഞിട്ടില്ല. ഓരോ അധ്യായം നിങ്ങൾ നോക്കിക്കോ, എല്ലാം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. 11, 12 അധ്യായത്തിലല്ലേ ലാസർ മരിച്ചു, കർത്താവ് വരുന്നു, ഉയർപ്പിക്കുന്നു, അതെല്ലാം. അതൊന്നും മറ്റു സുവിശേഷങ്ങളൊന്നും കാണുന്നില്ല. 14-ാം അധ്യായത്തിലെ നിങ്ങളുടെ ഹൃദയം കലകി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിന് അനേക വാസനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുമായിരുന്നു. 14-ാമത് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ കാണുന്നില്ലല്ലോ. അങ്ങനെ എല്ലാം നോക്കിക്കേ. ഇത് അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു ത്രില്ല് ഉണ്ടാകുന്നത്. 21-ാം അധ്യായത്തിൽ സംഭവം വേറെ ആരും പറയുന്നില്ല. യേശു തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുന്നു, ശിഷ്യന്മാരെ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ തിരികെ വരുന്നു. പത്രോസിനോട് ചോദിക്കുന്നു, അല്ലേ, യോഹന്നാന്റെ മകനായ ശിമോൻ ഇവനധികമായി എന്നെ സ്നേഹിക്കുന്നു? അതായത് 21-ാം അധ്യായത്തില് ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറൊരിടത്ത് കാണുന്നില്ല, ഉണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും 21 അധ്യായവും എൻറ്റയർലി ഡിഫറൻ്റ് ആയി നിലകൊള്ളുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാനത് നിങ്ങളുടെ വായനയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ആദ്യമൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ കാര്യങ്ങൾ സെപ്പറേറ്റ് പറയാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ ഒരു ആവേശവും താല്പര്യവും ഉണ്ടാകട്ടെ എന്നുള്ള ചിന്തയിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ആ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ. നമുക്കറിയാം, ഈ എഫസോസിൽ പൗലോസ് സഭ സ്ഥാപിച്ചു, തിമോഥെയോസിനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. എന്നാൽ തിമോഥെയോസിനെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ യോഹന്നാനെ വരെ യോഹന്നാൻ അവിടെ തന്നെ ആയിരുന്നു, എഫസോസിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ആയിരുന്നപ്പോൾ എഫസോസിൽ സംഭവിച്ച അതിപ്രധാനമായ ഒരു സംഗതി നിങ്ങൾ അറിയണം. അവിടെ യോഹന്നാൻ ആ സമയത്തില്ല, പത്മോസിലൊക്കെ ആയിരുന്നല്ലോ ഇവിടെ സഭ നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഈ എഫസോസ് സഭയിൽ നുഴഞ്ഞു കയറി. മനസ്സിലാകുന്നുണ്ടോ? ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അത് അവരും എന്താ പറയുന്നത്, ജുഡായിസം പ്രചരിപ്പിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് അവർ ആ സഭയ്ക്കകത്ത് കയറിയത്. എന്നിട്ട് അവരാ ഈ സഭയ്ക്കകത്ത് കയറിയിട്ട് അവര് പറഞ്ഞത് യേശു ക്രിസ്തു പൂർണ്ണ ദൈവം എന്നല്ല, ഒരു ഡെമി ഗോഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ദൈവം, കുട്ടി ദൈവം, ഒരു ഡെമി ഗോഡാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവാംശം കുറച്ചുണ്ടെന്നുള്ളതല്ലാതെ പൂർണ്ണമായ ദൈവമോ ഒന്നും അല്ല യേശു ക്രിസ്തു. അതായിരുന്നു അവരുടെ ഗ്രീക്ക് ഫിലോസഫീസിന്റെ പഠിപ്പിക്കൽ. അവരുടെ യേശു ക്രിസ്തു അങ്ങനെ പൂർണ്ണ ദൈവമോ ഒന്നും ആയിരുന്നില്ല. പിന്നെ ദൈവത്വമൊക്കെ ഉണ്ട്. അതിപ്പോ ഇന്നും നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും കേരളത്തിലൊക്കെ എത്രയോ ദൈവങ്ങളുണ്ട്. ആയിരിക്കുമ്പോൾ തന്നെ ദൈവങ്ങളായിരിക്കുന്നവർ. ഞാൻ പേരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രഗത്ഭന്മാരായ ആൾക്കാർ പോലും അവിടെ ചെന്ന് അവരെ വണങ്ങുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നതല്ലേ, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ദൈവം മാത്രമാണ്, പൂർണ്ണമായും ദൈവമല്ല എന്നുള്ളതായിരുന്നു ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ പഠിപ്പിക്കൽ. ആ ടീച്ചിങ്ങിനാണ് ഡോസൈറ്റിസം എന്ന് പറയുക. ഡോസൈറ്റിസം നിങ്ങൾ ദൈവജനം പഠിക്കുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാനിപ്പോ പറഞ്ഞു. ഡോസൈറ്റിസം. ആ ടീച്ചിങ്ങിനെതിരായി പൗലോസ് നഖശിഖാന്തം എതിർത്തുകൊണ്ട് അവർക്ക് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞോളാം. കൊലോസ് ലേഖനം, കൊരിന്ത് ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനമൊക്കെ അതിനെ നഖശിഖാന്തം എതിർത്ത്, യോഹന്നാന്റെ 1-ാം ലേഖനം
നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കണ്ടോ? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും. കണ്ടോ? ഡെമിഗോഡ് അല്ല, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് തെളിയിക്കാനുള്ള യോഹന്നാന്റെ ശ്രമമാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ അവനുമായിട്ട് ഒരുമിച്ചിരുന്നു. നിങ്ങൾ ഊഹാപോഹം പറയുമ്പോൾ ഞങ്ങൾ അങ്ങനല്ല, കൂടെ നടന്നതാ, ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ തൊട്ടതാ എന്ന് അസന്നിഗ്ധമായി തെളിയിച്ചുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം തുടങ്ങുന്നത് തന്നെ. ആ എഴുത്തിന്റെ പിൻപിലെ ഉദ്ദേശം ഇതൊക്കെയായിരുന്നു. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല, ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ പൊളിച്ചടുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഡൊസൈറ്റിസത്തിനെതിരായി അങ്ങേയറ്റം നിലകൊണ്ട ശ്രദ്ധനായ ഒരു ദേവദാസനായിരുന്നു സുവിശേഷത്തിന്റെ എഴുത്തുകാരനായ യോഹന്നാൻ. കണ്ടോ? ഞാൻ ഇത്രയും പറയുമ്പോൾ മുൻപ് താൻ ആരായിരുന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. എന്നിട്ട് ആ ചൊടിപ്പാണ് ഇവിടെ വന്നപ്പോൾ കാണിച്ചത്. ഒരു എരിവുകാരനായി മാറേണ്ടവൻ നസ്രായന്റെ ശിഷ്യനായി പുറത്തു വന്നപ്പോൾ മുൻപുണ്ടായിരുന്ന ആ എരിവ് മുഴുവൻ ഇതിനകത്ത് യോഹന്നാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തി, അല്ലെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശാന്തമായി ശ്രദ്ധിച്ചാൽ അറിയാം. എന്തിനും വളരെ ആക്റ്റീവാണ്. ഓടാനും പോകാനും വരാനും ചെയ്യാനും സകലത്തിനും വളരെ ഊർജസ്വലോടെ നിൽക്കുന്ന യോഹന്നാനെ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ തെറ്റായി വന്ന പഠിപ്പിക്കലിനെയല്ല നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് യോഹന്നാന്റെ എഴുത്ത് പോകുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനത്തെ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ സ്വാധീനം നമ്മുടെ മലയാള ഭാഷയിൽ പോലും ഒരുപാട് കുഴപ്പങ്ങൾ വരുത്തി എന്നുള്ളതാണ് സത്യം. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും കൊട്ടേഷൻ കൊടുത്ത് തന്നെ തട്ടാനുള്ള സാധ്യതയുള്ള കാര്യം ഞാൻ ഇനി പറയാൻ പോകും. സ്തോത്രം. ഞാന് അതിന് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള തിരുവഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഗ്രീക്കിൽ വരെ കിട്ടുന്നു. പക്ഷേ ഹീബ്രുവിലുള്ള, ഒറിജിനൽ ക്ലാസിക്കൽ ഹീബ്രുവിലുള്ള യോഹന്നാന്റെ സുവിശേഷം നമുക്ക് അത്ര സുലഭമായി കിട്ടുന്നില്ല. സ്തോത്രം. പക്ഷേ കൃപയാൽ എൻ്റെ കയ്യിൽ ഒരു ഹീബ്രു ബൈബിൾ ഉണ്ട്, ഗ്രീക്കിന്റെയും ബൈബിൾ ഉണ്ട്, ഗ്രീക്ക് മലയാളം ഡിക്ഷണറി എൻ്റെ കൈവശമുണ്ട്. ഗ്രീക്ക് മലയാളം ഡിക്ഷണറി അത്ര സുലഭമായി കിട്ടുന്ന ഒരു ഡിക്ഷണറി അല്ല. പക്ഷെ കൃപയാൽ അതും കയ്യിൽ വരാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. 1973 പ്രസിദ്ധീകരിച്ച ഒരു ഗ്രീക്ക് മലയാളം ഡിക്ഷണറി. ഞാനത് അത്ര പറയാൻ കാരണം, ഞാൻ ഊഹാപോഹങ്ങൾ വെച്ചല്ല, ഡോക്യുമെന്റൽ എവിഡൻസിന് എന്റെ സാധനം ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതൊന്നുമല്ല എന്റെ വിഷയം. ഈ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീന നിമിത്തം പരിഭാഷകൾക്കകത്തു പോലും ഒട്ടനവധി വ്യതിയാനങ്ങൾ, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ആശയക്കുഴപ്പങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായി വന്നിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം, നിങ്ങൾ എല്ലാവരും വേദവസ്തും തുറന്നേ, യോഹന്നാന്റെ സുവിശേഷം എടുത്തേ, എല്ലാവരും വേദവസ്തും തുറക്കണേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും പുസ്തകം തുറന്നേ, 1-ാം അധ്യായം എടുക്കണം, 1-ാമത്തെ വാക്യം വായിക്കണം. എടുത്തോ? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം നാം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ മതി ആന്റി, താങ്ക് യു.
ആ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് കണ്ടോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ. ആ പദം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി 1:1 അല്ലേ? ആദിയിൽ ദൈവാകാശം ഭൂമി സൃഷ്ടിച്ചു. കണ്ടോ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു രവിചന്ദ്രൻ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് എത്രയോ ആക്ഷേപിച്ചും, പുള്ളി ഭയങ്കര സർവജ്ഞാനിയും ബാക്കിയുള്ളവരെല്ലാം പുരോഗ പൊട്ടന്മാരുമാണെന്ന രീതിയിലൊക്കെയാണ് ഈ രവിചന്ദ്രനൊക്കെ നിരീശ്വരവാദികള ഈ വാക്യത്തെയൊക്കെ പറയുന്നത്. പോട്ടെ, ഞാൻ രവീന്ദ്രന്റെ കാര്യം പറയാനായിട്ടല്ല. അല്ല, നമുക്കിനെ കുറിച്ച് അറിവില്ലാതെ വരുമ്പോ അവര് പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നും എന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ. പോട്ടെ, രവീന്ദ്രന്റെ പുറകെ നിങ്ങൾ ദയവായിട്ട് ആരും പോകരുത്, വഴിതെറ്റിക്കുന്ന ആളാണ്. പോട്ടെ, ഞാൻ ആ പദം രണ്ടിടത്തും ഒന്നും തന്നെയാണ് പറയാനായിട്ട്. ഉൽപ്പത്തിയിൽ നാം ആദിയിൽ എന്ന പദം കാണുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിലും ആദിയിൽ എന്ന പദം കാണുന്നു. ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു എബ്രായ ബൈബിൾ കാണാനോ വായിക്കാനോ അവസരം ലഭിക്കുകയാണ് എന്ന് വരികിൽ, അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടിടത്തും ഒരേ പദം ഉപയോഗിച്ചിരിക്കും. ഉൽപ്പത്തി 1:1 ബെർഷീത്ത് ബാറ എലോഹീം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ബെർഷീത്ത് ബാറ എലോഹീം എന്ന് പറഞ്ഞ് ഉൽപ്പത്തി 1:1 തുടങ്ങും. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെയും കൊടുത്തിരിക്കുന്ന പദം ബെർഷീത്ത് എന്ന പദം തന്നെയാണ്. കണ്ടോ? ഉൽപ്പത്തി 1:1 ബെർഷീത്ത് ബാറ എലോഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്നെങ്കിൽ യോഹന്നാൻ 1:1 അത് തന്നെയാണ്. എങ്ങനെ? ബെർഷീത്ത് ഹയ്യത്ത് ഹദബാർ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ബെർഷീത്ത് ഹയ്യത്ത് ഹദബാർ. കണ്ടോ? അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നായി. അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ കുളവാക്കിക്കൊണ്ട് വന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്നായി. വേർഡ്, WORD, വേർഡ് എന്നായി. കണ്ടോ? സംഗതി പോയി പൂക്ക് കണ്ടോ? ഈ അതുകൊണ്ടാണല്ലോ പണ്ടൊരാള് ദ വേർഡ് ബിക്കേം ഫ്ലഷ് എന്ന് സായിപ്പ് പറഞ്ഞപ്പോഴത്തേക്കിന് പരിഭാഷപ്പെടുത്തുന്നതിന് പുസ്തകമായിട്ട് ഒരു ബന്ധമില്ല. അവൻ പറഞ്ഞു വാക്ക് ദശയായി. എങ്ങനെയുണ്ട്? ദ വേർഡ് ബിക്കേം ഫ്ലഷ്, വചനം ജഡമായി തീർന്നെന്ന ഉദ്ദേശിച്ച്. പക്ഷെ പുസ്തകമായിട്ട് ബന്ധമില്ലാത്തവനായോണ്ട് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ദ വേർഡ് ബിക്കേം ഫ്ലഷ്, അതാണ് സായിപ്പ് പറഞ്ഞത്. പരിഭാഷപ്പെടുത്തുവൻ പറഞ്ഞ് വാക്ക് ദശയായി മാറി. അതിന് തെറ്റ് പറയാൻ പറ്റും? വചനം ജഡമായി എന്നുള്ളതിന് ഞാൻ കോമഡി അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു ചെറിയ എന്താ പറയാ, അതും തെറ്റാന്ന് പറയാൻ നോക്കിയല്ലോ. ആ പ്രയോഗത്തിന് ശൈലിക്കും വ്യത്യാസം വന്നപ്പോൾ അർത്ഥം പോയി പോക്ക് കണ്ടോ എന്ന് പറഞ്ഞ പോലാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നോ, അങ്ങനല്ല എന്നത് പരിഭാഷപ്പെടുത്തേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആരും അംഗീകരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതാ ഞാൻ പറഞ്ഞ ബൈബിൾ അധ്യാപകരോ ഗ്രീക്ക് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊട്ടേഷൻ കൊടുത്ത് തന്നെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട് ഞാൻ പറയാൻ കാര്യം. പക്ഷെ ഞാൻ വേദോസാ പറഞ്ഞത്, ഞാനൊരു തിയോളജിയെ പറയാൻ പോയിട്ടില്ല. ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറയുക. കണ്ടോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നല്ല, ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. അങ്ങനെ പരിഭാഷപ്പെടുത്തേണ്ട സാധനമാണ് വചനം നാക്കി വെച്ചത്. കാരണം ഗ്രീക്കിൽ ലോഗോസ് എന്ന പദമല്ലേ കൊടുത്തിരിക്കുന്നത്, അതാണല്ലോ അതിന്റെ കാരണം. സ്തോത്രം. മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? യോഹന്നാന്റെ സുവിശേഷമാണ്. കർത്താവ് സുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ കാറ്റേ അടങ്ങുക,
കടലെ ശാന്തമാന്ന് പറഞ്ഞപ്പോൾ ശാന്തമായി പ്രിയരി നിങ്ങളുടെ പ്രശ്നത്തിന് മേൽ കർത്താവ് ശാന്തമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞ പ്രസംഗം യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു കുറച്ചുകൂടെ കാറ്റും കോളും ഇളകണമെന്നുള്ളത്. സ്തോത്രം. ശാന്തമാകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇതെല്ലാം ഈസി ആയിട്ട് തോന്നുന്നത്. കുറച്ചുനാൾ അങ്ങനെ ഇളകി നിൽക്കട്ടെ, എന്നാലെങ്കിൽ കുറച്ച് ഗൗരവം നമുക്ക് ഉണ്ടാവുമല്ലോ. സ്തോത്രം. വഴക്ക് പറഞ്ഞതല്ലേ, വചനത്തിലേക്ക് പറഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കണ്ടോ, എന്നുള്ള വാക്കിനകത്ത് 4 പ്രധാന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 4 പ്രധാന കാര്യം. അത് നിങ്ങൾ നോട്ട് ചെയ്യണം, മറന്നു പോകരുത്, കൃത്യമായി നോട്ട് ചെയ്തിരിക്കണം. നമ്പർ 1, ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നിത്യത. നമ്പർ 2, ഡിവിനിറ്റി. കണ്ടോ, ദൈവത്വം. 3, പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം. 4, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. നിത്യത, ദൈവത്വം, അത് തന്നെ, ദൈവത്വം, വ്യക്തിത്വം, മനുഷ്യത്വം. ഇത് 4 ഒത്തുചേർന്ന കക്ഷിയുടെ പേര് പറ. ദൈവത്വം, മനുഷ്യത്വവും നിത്യതയും വ്യക്തിത്വം ഒരുമിച്ച് സമ്മേളിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ, നസറേയനായ യേശു ക്രിസ്തു. കണ്ടോ, കണ്ടോ, അവൻ നിത്യപിതാവെന്ന യെശയ്യാപ്രവചനത്തിൽ കൊടുത്തിരിക്കുന്നല്ലേ. നിത്യപിതാവെന്നല്ല, ഈസ് ദ ഫാദർ ഓഫ് ഇറ്റേണിറ്റി എന്ന, നിത്യതയുടെ പിതാവെന്ന. നിത്യപിതാവെന്നല്ല, നിത്യതയ്ക്കും കൂടെ കാരണഭൂതൻ. ഓ എന്റെ പൊന്നെ, അതൊക്കെ എന്തോ പ്രയോഗം. സ്തോത്രം. ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ? ഇതൊക്കെയാ ചിന്തിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം പോകുന്നേ. നമ്മുടെ കർത്താവ് ഒരു കുഞ്ഞു ദൈവം അല്ലെന്നും നിത്യതയ്ക്ക് പോലും അവൻ പിതാവാണെന്നൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഭാരമൊക്കെ പോകുന്നത്. ശരിയല്ലേ? പണ്ട് എം.ഇ. ചെറിയാൻ സാറ് പാടിയില്ലേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പം ഉള്ളിൽ ചേർക്കവേ. പിന്നെ എന്തായാലും പരിഹാരം, തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോം ആകവേ. അതെങ്ങനെയൊക്കെയാ പാടി ഒപ്പിക്കുന്നത് തമ്പുരാൻ മാത്രം അറിയത്തുള്ളൂ. വാക്കും നോക്കിയല്ല, അർത്ഥവും നോക്കിയല്ല, തമ്പുരാൻ തിരുവചനം ഓർക്കവേ പോലാകവേ. എന്തോ പോലാകവേ? പോലാകവേ എന്നൊന്നും അല്ല. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോകും ആകവേ. എല്ലാം പോകുന്നു. അങ്ങനെ പാടണ്ടേ, ഇല്ലാതെ തമ്പുരാൻ തിരുവചനം ഓർക്കവേ പോലാകവേ. നമുക്ക് പിന്നെ മ്യൂസിക് ഉണ്ടാക്കി പിന്നെ നമുക്ക് അർത്ഥം എതിലേ പോയാലല്ല, നമ്മൾ തുള്ളാൻ റെഡി ആയിട്ടിരിക്കല്ലേ. സ്തോത്രം. എല്ലാരും ഒന്ന് ഗ്രഹിച്ചോട്ടെ നോക്കാം, ഞാൻ നിർത്തി. കണ്ടോ, ഈ 4 ക്വാളിറ്റിയും ഒത്തിണങ്ങിയ ഒരൊറ്റയാളെ ഉലകത്തിലുള്ളൂ, പ്രപഞ്ചത്തിലുള്ളൂ, ഈ യൂണിവേഴ്സിലുള്ളൂ. ആര്? നസറായൻ. ഇറ്റേണിറ്റി, ഡിവിനിറ്റി, പേഴ്സണാലിറ്റി, ഹ്യൂമാനിറ്റി. ഈ 4 ചേരുന്നതിനാണ് ഗോഡ് എന്ന് പറയുക. കണ്ടോ, സ്തോത്രം. അത് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ അവിടെ ലോഗോസ് ഒന്ന് കൊടുത്തു. ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പരിഭാഷപ്പെടുന്ന സമയത്ത് ഇംഗ്ലീഷ് അതിലെ ശൈശവ ദശ നിൽക്കുക. വാക്കുകളൊക്കെ വളരെ പരിമിതം. ഇംഗ്ലീഷ് ഭാഷ അതിന്റെ ശരിയായ രൂപഘടനയിലേക്ക് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ മറക്കരുത്, വില്യം ചിന്തയിൽ ഓരോ വാക്കുകൾ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട കുറെ ഭയങ്കര. ഞാനിത് ചുമ്മാ പറയല്ല, റിസർച്ച് ചെയ്ത ആളുകൾ, പ്രത്യേകിച്ച് എന്റെ അധ്യാപകൻ, ഞാനും കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പിന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയി. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ ചെന്ന് അവിടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD എടുത്തു. ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD എടുത്തിട്ട് അവരുടെ സായിപ്പുമാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. സ്തോത്രം.
മനസ്സിലാകുന്നുണ്ടോ? അവിടുത്തെ പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത് അതിനുശേഷമാണ് പിന്നീട് ഹീബ്രു ഭാഷയിൽ പ്രാവീണ്യം നേടി പിന്നെ യഹൂദ റാബായുടെ കീഴിൽ 8 വർഷം അദ്ദേഹം പഠിച്ചു. ഞങ്ങളൊരു അധ്യാപകനെ കിട്ടിയതാണ് ഞാൻ രക്ഷപ്പെട്ടത്. സ്വോത്രം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടുകേട് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ചില മെസ്സേജ് ഒക്കെ ഫോർവേഡ് ഇവിടുന്ന് പറഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ടങ്ങ് വിടും. അപ്പൊ പിന്നെ ഞാൻ ഫ്രീ ആയി. സ്വോത്രം. ഞാൻ എതിർത്ത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കും ഒരു ആശയം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഇല്ലാത്തെല്ലാം പറയണം. നല്ല അല്പം ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ഭാഷ ഉണ്ടായിട്ട് അധികം നാളായില്ലെന്നും ഇംഗ്ലീഷ് ഭാഷയുടെ അക്ഷരങ്ങൾ തന്നെ അത് ഇംഗ്ലീഷുകാരുടേതല്ലെന്നും നോർത്ത് ഇറ്റാലിയൻസ് നിന്ന് കടമെടുത്തതാണെന്നും പിന്നെ ആ ഭാഷ ഉണ്ടാക്കാൻ ആശ്രയിച്ചത് ഹീബ്രുവിനെയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലല്ലേ? ഇംഗ്ലീഷ് അക്ഷരമല്ല, ആൽഫബറ്റ് എന്ന് നമ്മൾ പറയല്ലേ, അത് എവിടെ നിന്ന് ഉണ്ടായതാണെന്നറിയോ? ഹീബ്രുവിൽ നിന്ന്. എബ്രായ ഭാഷ ആദ്യത്തെ 2 അക്ഷരം ചേർന്നപ്പോ കിട്ടിയതല്ലേ അലഫും വെയിറ്റും. കണ്ടോ? ആ 2 ചേർത്തപ്പോ കിട്ടിയതാണ് ആൽഫബറ്റ്. അല്ലെ, സായിപ്പ് ഉണ്ടാക്കിയതൊന്നും അല്ല. സ്വോത്രം. നമ്മൾ ഷാഷു എന്ന് ഇംഗ്ലീഷിലൂടെ പറയുകയാണെങ്കിൽ പിന്നെ ഏതാണ്ട് ആയെന്നുള്ള ചിന്താഗതി. ഇംഗ്ലീഷ് ഭാഷ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ്, ഇന്നും ഞാൻ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഭാഷയാണ്. അറിയാൻ മേലെങ്കിൽ എന്തെങ്കിലും മുറി ഇംഗ്ലീഷ് ഞാൻ പറയാറുണ്ട്. അവിടെയൊക്കെ തെറ്റുമായിരിക്കും, എന്നാലും പറയാനുള്ള താല്പര്യമാണ് ഞാൻ പറയുകയൊക്കെ ചെയ്യും. ഞാൻ അതുകൊണ്ട് ആ ഭാഷ എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വേറൊരു ഭാഷയല്ല. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ ടോപ്പ് നിൽക്കുന്ന ഭാഷ എന്നറിയാമോ? ദൈവത്തിന്റെ സ്വന്തം ഭാഷയായ വിശുദ്ധ ഭാഷയായ എബ്രായ ഭാഷ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ഭൂമിയിലെ പല ഭാഷകൾക്ക് പരിമിതി ഉള്ളപ്പോൾ തമ്പുരാൻ ഉപയോഗിച്ച ഭാഷയ്ക്കകത്ത് യാതൊരു മിസ്റ്റേക്കും സംഭവിച്ചില്ലെന്ന് പറയാനായിട്ടാണ്. സ്തോത്രം. കണ്ടോ? അപ്പോൾ ആ പദം മാറി വന്നു ലോഗോസ് എന്ന ഗ്രീക്കിൽ കൊടുത്തപ്പോൾ അത് ഈ എന്താ പറയാ നോർത്തേൺ ടർക്കിയിൽ ജീവിച്ചിരുന്ന ഹെയ്റോക്ലീറ്റസ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ലോഗോസ് എന്നുള്ള പദം കണ്ടുപിടിച്ചത്. പുള്ളി എന്ത് കണ്ടാലും പുള്ളിക്ക് സംശയം. എന്ത് കണ്ടാലും പുള്ളി ചോദിക്കുന്നത് ലോഗോസ് അർത്ഥം ഇതെന്ത്, ഇതെന്തുവാ. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്രീക്ക് ഡിക്ഷണറി നോക്കിയപ്പം അതിനകത്ത് അങ്ങനെ അല്ല കൊടുത്തിരിക്കുന്നു. വചനം വേർഡ് എന്നും പറഞ്ഞ ആ ഡിക്ഷണറി കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഡിക്ഷണറി നമ്മൾ ചടിക്കുമല്ലോ എന്നും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡിക്ഷണറിയുടെ കാര്യം പറഞ്ഞതായിരുന്നു, ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയൊക്കെ നമുക്കൊരു അന്വേഷണം വേണമെന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം. സ്തോത്രം. അപ്പോൾ ഈ ഹെയ്റോക്ലീറ്റസിന്റെ പുള്ളിയുടെ അദ്ദേഹം എന്താ പറയുക രൂപകൽപ്പന ചെയ്ത പദമാണ് ലോഗോസ്. അർത്ഥം വാട്ട് ഈസ് ഇറ്റ്, ഇതെന്താ. എന്ത് കണ്ടാലും പുള്ളി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. സ്തോത്രം. കൃപയാൽ ഇതും കൊണ്ടാണ് ഈ എഫെസോസിലെ സഭയ്ക്കകത്ത് ഈ ഫിലോസഫേഴ്സ് കയറിയത്. ഇപ്പൊ റൂട്ട് പിടികിട്ടുന്നുണ്ടോ? എഫെസോസിലെ സഭയ്ക്കകത്ത് ഇതും കൊണ്ടാണ് ഇവന്മാര് കയറിയത്. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്താകും, ആദിയിൽ ഇതെന്താകുന്നു ഉണ്ടായിരുന്നു, ഇതെന്താകുന്നു പിതാവിനോടൊപ്പമായിരുന്നു, ഇതെന്താകുന്നു ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. സ്തോത്രം. നമുക്ക് ചിന്തിക്കാനേ പറ്റുന്ന സംഗതി അല്ലല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ദൈവശാസ്ത്രപരമായി ഉയർന്നു വന്ന സകല തെറ്റായ ചിന്താഗതികൾക്കും പഠിപ്പിക്കലുകൾക്കുമെതിരെ ഒറ്റയാൾ പട്ടാളത്തെ പോലെ പോരാടി കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയിരുന്ന ശ്രേഷ്ഠനായ അപ്പോസ്തലനാണ് ആര്? യോഹന്നാൻ എന്ന കർത്താവിന്റെ ഏറ്റവും അരുമ ശിഷ്യൻ എന്ന് പറഞ്ഞതിനകത്ത് തെറ്റില്ല. 100% അത് കറക്റ്റ് തന്നെ. ഞാനിനി അത്രയും ഭാഗം അവിടെ വിട്ടിട്ട് ഈ പഠിപ്പിക്കലൊക്കെ എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കൊരിന്ത്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കാൻ, കൊലോസ്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കാൻ, യോഹന്നാന്റെ 1-ാം ലേഖനം ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ 3 എഴുത്തുകാർ പൗലോസാണല്ലോ കൊരിന്ത്യ ലേഖനം കൊലോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ കൊലോസ്യ ലേഖനം പോലെ വായിച്ചാൽ നമുക്ക് കൊതി തീരാത്തൊരു പുസ്തകം കൊച്ചി ലേഖനമാണ്. അത് വായിക്കണം. എത്ര കൃത്യമായിട്ടാ ഓരോ
ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് എഴുതിയിരിക്കുന്ന അറിയാമോ? എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. മരിക്കുന്നത് വരെ കണ്ടിട്ടില്ലാത്തതും പോയിട്ടില്ലാത്തതും നേരിട്ട് ഒരറിവുമില്ലാത്ത ഒരു സഭയാണ് കൊലോസിലെ സഭ. സോറി, പൗലോസ് ഒരിക്കൽ പോലും പോയിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ഇത് ലേഖനം വായിച്ചാൽ ബാക്കി എല്ലാ ലേഖനങ്ങളെക്കാൾ ഇത്ര ഇന്റിമസി തോന്നുന്ന ലേഖനം വേറെ ഇല്ല. സംശയമുള്ളവർ ഇത് ക്ലാസ് കഴിയുമ്പോൾ കൊലോസിലുണ്ട്, വായിച്ചു നോക്കണം. പൗലോസോട് പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്ര ഇന്റിമസിയോട് കൂടിയാ പൗലോസ് കൊലോസ് ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഡൊസൈറ്റിസത്തിനെയൊക്കെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിൽ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ അതീവ ശ്രദ്ധ പുലർത്തുന്ന മാത്രമല്ല, അതിനൊക്കെ ജയിച്ചു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ അത്രയും ഭാഗം പറഞ്ഞ് ഇവിടെ വിടുകയാണ്. നമുക്ക് അതിന്റെ പുറകെ നമുക്ക് പിന്നീട് അതൊക്കെ വാസ്തവത്തിൽ എന്താ പറയുക, സൈനായി ടു അലക്സാണ്ട്രിയ എന്നുള്ള സബ്ജക്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സീനായിൽ എഴുതി തുടങ്ങിയ വേദപുസ്തകം അലക്സാണ്ട്രിയയിലേക്ക് വന്നപ്പോൾ അവസാനിക്കുമ്പോൾ എന്താണ് വേദപുസ്തകം സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃപയാൽ നമുക്കാർക്കും അറിയത്തുമില്ല, പഠിച്ചിട്ടുമില്ല, പഠിപ്പിക്കുന്നുമില്ല, നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുമില്ല. സീനായിൽ മോശയോട് ദൈവം തമ്പുരാൻ സംസാരിച്ച് സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി ആരംഭിക്കുന്നതാണല്ലോ വിശുദ്ധ വേദപുസ്തകം. അവിടെയാണല്ലോ പുസ്തകത്തിന്റെ എഴുത്ത് തുടങ്ങിയത്. ആ പുസ്തകം അലക്സാണ്ടറിലേക്ക് വരുമ്പോഴത്തേക്കിന് 3 ബൈബിളാ. അറിയാമോ? കൺഫ്രണ്ടേഷനൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. സത്യവചനത്തെ തച്ചുടയ്ക്കാൻ എഴുതി മോശ താഴോട്ട് ഇറങ്ങി വന്ന അന്നേരം മുതൽ തുടങ്ങിയ പ്രശ്നം. തമ്പുരാൻ തന്റെ സ്വന്തം കൈപ്പടൽ എഴുതി കൊടുത്ത താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ പ്രശ്നമാണ്. അവിടെ വെച്ച് തന്നെ തല്ലി ഉടച്ചു. കണ്ടോ? തമ്പുരാൻ തന്റെ സ്വന്തം കൈപ്പടൽ എഴുതിയ തിരുവഴുത്തിനെ അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ മോശയോട് തമ്പുരാൻ പറഞ്ഞില്ലേ, മോശയുടെ തമ്പുരാൻ തന്നെ കല്ല് ചെത്തിയെടുത്ത് സ്വന്തം കൈവിരൽ കൊണ്ട് പ്രമാണം എഴുതി മോശയുടെ കൈ കൊടുത്തു. സ്തോത്രം. താഴോട്ട് വരുമ്പോ ജനം ഭയങ്കര ആരാധന. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകത്തിൽ താഴെ ഭയങ്കര വർഷിപ്പ് നടക്കുക. ഭയങ്കര വർഷിപ്പ്. ഈ ആരുടെ മുമ്പിൽ കിടന്നെന്നറിയോ? കാളക്കുട്ടിയുടെ മുമ്പിൽ കിടന്നു. മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ദിവസങ്ങൾ കുറേയായി. ജനം വന്ന അഹരോനോട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാനായിട്ട് ആരുമില്ല, മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഞങ്ങൾ എന്താ ചെയ്യേണ്ട? അതുകൊണ്ട് സകല ജാതികൾക്കുള്ളതുപോലെ ഞങ്ങളെ നയിക്കാനായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കേട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ട അഹരോൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ കഴുത്തേലും കാലിലും കിടക്കുന്ന എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് കൊടുത്തു. തീക്കകത്തിട്ട് ഉരുക്കി. ബാക്കി എടുത്തു പറഞ്ഞു, അഹരോൻ കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തിയെന്ന്. ഞാൻ പല പ്രാവശ്യം കൊത്തുളിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ആവർത്തിക്കുന്നില്ല. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി, രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. തമ്പുരാൻ മേളിൽ ഒന്നാമത്തെ കൽപ്പന എഴുതുക, ഞാനല്ലാതെ ഒരന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഒന്നാമത്തെ കൽപ്പന തമ്പുരാൻ എഴുതുമ്പോൾ അത് തന്നെ താഴെ ജനം എന്ത് ചെയ്യുക? കണ്ടോ? സ്തോത്രം. താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ജനം കെട്ടഴിഞ്ഞവരായി പോയി. മോശയ്ക്ക് സഹിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ നിങ്ങൾ വിട്ടുകളയരുത്. കെട്ടഴിഞ്ഞവരായി പോയി. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ എഫെസോസിലെ സഭയ്ക്ക് സംഭവിച്ചത്. അതാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫീമി എന്ന പദത്തിൽ നിന്നാണല്ലോ എഫെസോസ് എന്ന പദം ഉണ്ടായത്. എഫീം എന്ന വാക്കിന്റെ അർത്ഥം കെട്ടഴിഞ്ഞു പോവുക, ലൂസ് ആവുക, അയഞ്ഞു പോവുക എന്ന്. കണ്ടോ? ആദ്യം കെട്ടഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടൈറ്റായിരുന്നു. ഇപ്പൊ അതെല്ലാം അയഞ്ഞു. ഒരു കാലത്ത് നമുക്ക് എന്തെല്ലാം പാടില്ല എന്ന് വളരെ കർശനമായി പറഞ്ഞിരുന്നു, അതെല്ലാം ഇപ്പൊ ഓക്കെ, ഒരു കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ നോക്കി നോക്കും, ഇങ്ങനെയൊക്കെ നോക്കി നോക്കും, അതൊക്കെ അങ്ങനെയൊക്കെയാണ്. പിള്ളേരാകുമ്പോൾ 2 സിനിമ കാണാനും ഒരു ഉപ്പി അടിച്ചു നക്കിയിരിക്കും. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ പിള്ളേർ കൂട്ടുകൂടുമ്പം വീടി വലിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒന്നാലോചിച്ച് നോക്കി. സ്തോത്രം. പണ്ടൊരു പാസ്റ്ററോട് പറഞ്ഞു,
ഞങ്ങളുടെ മോൻ ഭയങ്കര പീഡിപടിയാ, പാസ് അവരെ പിടിച്ചെന്ന് ഉപദേശിക്കണം. എത്ര പാക്കറ്റ് സിഗരറ്റ് അവന്റെ ദിവസം വലിച്ചു തീർക്കുന്ന അറിയാവോ? പാസ് അവനോട് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. പാസ് പറഞ്ഞു എന്തിയെ? സാബുവിനെ വിളിക്കാൻ പറഞ്ഞു. സാബു വന്നു. സാബു എന്തോ ഈ കാണിക്കുന്നത്? ഞാനാണ് ബീഡി വലിക്കുന്നത്. എടാ, ബീഡി വലിക്കുന്ന ഒരു കണക്കൊക്കെ വേണ്ടേ? വലിക്കരുതെന്നല്ല പറഞ്ഞേ, ഒരു കണക്കൊക്കെ വേണ്ടേ? എങ്ങനെയുണ്ട്? ഡെയിലി 10 പാക്കറ്റ് ഒന്നും വലിക്കരുത്, അല്ല 1-2 ഒക്കെ ആണെങ്കിൽ സാരമില്ല. അങ്ങനെയാണോ? കണ്ടോ, മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. എല്ലാം അയഞ്ഞു പോയി, സകല സിസ്റ്റം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. വളരെ വിശുദ്ധിയിലും വേർപാടിലും തികഞ്ഞ ആത്മിക ശുശ്രൂഷകൾക്കകത്തു പോലും ഈ ലോകത്തിന്റെ കടന്നു കയറ്റം. കഴിഞ്ഞ ദിവസവും ഞാനൊരു കല്യാണത്തിനോട് പറയണ്ടായിട്ട് തോന്നി, ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഒരു കല്യാണം നടത്താൻ എന്നെ വിളിക്കില്ലായിരിക്കും, വേണ്ട, എനിക്ക് സന്തോഷമുള്ള കാര്യം. നമ്മുടെ മുൻപത്തെ പോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഒരു ശാപം ഞാൻ പറയട്ടെ. ഇന്നത്തെ തലമുറയിൽ ഒരു വിശുദ്ധ വിവാഹശേഷം ആ കല്യാണ വസ്ത്രത്തോടെ വീട്ടിൽ ചെന്ന് കയറാൻ ഒരൊറ്റ പെൺപിള്ളേർക്ക് യോഗമില്ല. ഉണ്ടെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? ഒരൊറ്റ പെൺപിള്ളേർക്കും കല്യാണ വസ്ത്രത്തോടെ വരന്റെ വീട്ടിൽ ചെന്ന് കയറാൻ അനുവാദമില്ല, നടക്കുകയില്ല. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കല്യാണ വസ്ത്രത്തിന്റെ പ്രാധാന്യമൊക്കെ അറിഞ്ഞാലല്ലേ ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ നോക്കൂ. സ്തോത്രം. ദൈവം അവരെ യോജിപ്പിച്ചതിന് ശേഷം വിശുദ്ധന്മാരായ ദൈവദാസന്മാരെല്ലാം ചേർന്ന് വധുവരന്മാരെ ശിരസിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കും. ശരിയാണോ? അതിനുശേഷം ദൈവദാസന്മാർ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കും. അതിനുശേഷം അവർ ഭക്ഷണത്തിനോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാണ്ട് പോകും. ഇതങ്ങോട്ട് മാറിയ ഉടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 3-4 ഫോട്ടോ എടുത്തതിന് ശേഷം സ്റ്റേജോട് നോക്കുമ്പോൾ ചെറുക്കനെ മാത്രം കാണാൻ, പെണ്ണിനെ കാണാനില്ല. താഴെ ഭയങ്കര ഊണ് നടക്കുന്നു. ബൊഫേ സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിൽ ചിക്കൻ വിളമ്പൊന്ന്, ചോറ് കൊടുക്കുന്നു, ഫ്രൈഡ് റൈസ് കൊടുക്കുന്നു, ഭയങ്കര ഊണ് തകർച്ചടിച്ച് നടക്കുമ്പോണ്ടല്ലോ, ചെറുക്കനുണ്ടെന്ന് ലാഭത്ത് കോഴി അടിച്ചിട്ട് പോലെ സ്റ്റേജൊക്കെ കൂടെ അംഗീകരിച്ചു നടക്കുക. എന്താ കാര്യം? പെണ്ണിനെ കൊണ്ട് ഈ ബ്യൂട്ടീഷ്യൻ അങ്ങ് പോയി. എന്തിനാ? സാരി മാറാൻ. സ്തോത്രം. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവിടെ എന്നാ കോൺക്രീറ്റ് കൂട്ടുവോ അല്ല വാക്കപ്പണിക്ക് മേക്കാടായിട്ട് നിൽക്കുവോ എല്ലാം ചെയ്യായിരുന്നോ ഈ പെൺകൊച്ച്? ഒന്നും അല്ലായിരുന്നല്ലോ, ആണോ? ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വസ്ത്രത്തിന് എന്തോ പറ്റി? എനി പ്രോബ്ലം? എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇല്ലല്ലോ. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ ഈ കട്ടന്റെ പിറകിൽ പോയി ഇത് മാറ്റി വേറെ ഉടുത്താലേ ഒക്കൂ എന്നുള്ള ചിന്ത എവിടുന്നുണ്ടായി? നിങ്ങൾ പറ, എവിടുന്നുണ്ടായി? സ്തോത്രം. നിങ്ങളെല്ലാം സ്റ്റക്കായിരിക്കുകയാണോ അതോ കാണുന്നുണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈ പൊക്കി എനിക്ക് ഉപകാരമായിരുന്നു. നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്കൊരു സമാധാനം വന്നു. അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാം എഴുന്നേറ്റ് പോകുമെന്ന് എനിക്കൊരു സംശയം. ഇനി പോയാൽ എനിക്കിത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുവോ എനിക്കത് വിഷയമല്ല. പക്ഷെ പറയാനുള്ളത് എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ ശുശ്രൂഷയിൽ ധരിച്ചിരുന്ന ആ വിശുദ്ധ വിവാഹ വസ്ത്രത്തോടെ തന്നെ വേണം വധു വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്താൻ. 2 സാരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മന്ത്രകൂടി മേടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലേ? അതാണല്ലോ ഇപ്പൊ ഈ വിഷയം. മന്ത്രകൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, ഉടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. വിശുദ്ധ വിവാഹ വസ്ത്രത്തോടെ വരന്റെ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അവിടെ വെച്ച് ആ വസ്ത്രം മാറ്. ആ വിശുദ്ധ വിവാഹ വസ്ത്രത്തോടെ വരന്റെ വീട്ടിൽ ചെന്ന് കയറണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഗൃഹപ്രവേശനത്തിന് ശേഷം നിങ്ങൾ സാരി മാറ്, 2 സാരി കൊണ്ട് കൊടുത്തോണ്ട് പോയിക്കോ, നോ പ്രോബ്ലം. പക്ഷെ യോഗ്യമായെന്ന് ഞാൻ പറഞ്ഞത് ആ വിശുദ്ധ വിവാഹ വസ്ത്രത്തോടെ തന്നെ വേണം
വരന്റെ വീട്ടിൽ ചെന്ന് കയറാൻ. നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ ആത്മീയ ചടങ്ങുകൾക്കും ഒക്കെ അതിൻ്റെ ഒരു നിലവാരം ഉണ്ടായിരുന്നു പ്രിയരെ. അതെല്ലാം കളഞ്ഞു. ഇപ്പൊ പിന്നെ കല്യാണത്തിന് എങ്ങനെ വരിക, ഏത് രൂപത്തിൽ ആ സ്റ്റേജിൽ കയറി വരിക എന്നൊന്നും ഒരു പിടിയില്ല. ഈ കല്യാണമൊക്കെ നടത്താൻ ചെന്നിരിക്കുമ്പോ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്ന, കാരണം ഏത് പരുവത്തിൽ ഇത് സ്റ്റേജിലോട്ട് വരിക നമുക്കൊരു പിടിയില്ലല്ലോ. വന്ന് കയറി കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. സ്തോത്രം. ഇതാ ഞാൻ പറഞ്ഞത്, ജനം കെട്ടഴിഞ്ഞവരായി പോയത് പറയാൻ കാരണം. നോക്കിയേ, ഞാൻ ഒത്തിരി സബ്ജക്റ്റ് വിട്ടു പോകുന്നില്ല, ഞാൻ പിന്നെ പറഞ്ഞോളാം. ഈ കാര്യമൊക്കെ എനിക്ക് കുറച്ച് പറയാനായിട്ടുണ്ട്. അതിന് യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ബെസ്റ്റാ, ഞാൻ അവിടെ വരുമ്പോൾ പറയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജനം കെട്ടഴിഞ്ഞവരായി പോയി എന്ന് മോശയ്ക്ക് ബോധ്യമായപ്പോൾ താഴേക്ക് പ്രമാണം വായിച്ചുകൊണ്ട് ഇറങ്ങി വന്ന മോശ എന്ത് ചെയ്തു? അവിടെ വെച്ച് തന്നെ അതിനെ എറിഞ്ഞ് പൊട്ടച്ചു കളഞ്ഞു. ഞാനൊരു കാര്യം ഈ സന്ദർഭവശാലങ്ങ് പറയാം. ആദ്യത്തെ കൽപ്പലക അത് ദൈവം തമ്പുരാൻ തന്നെ രൂപപ്പെടുത്തെടുത്തത്, ദൈവത്തിന്റെ സ്വന്തം കൈവരലുകൊണ്ട് എഴുതിയതുമാണ്, അല്ലേ? അതെ, തമ്പുരാൻ സ്വന്തം കൈ കൊണ്ട് നിർമ്മിച്ച, സ്വന്തം കൈവരലുകൊണ്ട് എഴുതിയത് മോശ നശിപ്പിച്ച് കളഞ്ഞത് കൊണ്ട് മോശയോട് തമ്പുരാൻ പറഞ്ഞു, നീ തന്നെ ഒരു കല്ല് ചെത്തിക്കൊണ്ട് വരാം. ഓരോ പണി വരുന്ന വഴി കണ്ടോ? തമ്പുരാൻ ദാനമായി തന്നതിനെ, തമ്പുരാൻ ഒരധ്വാനമില്ലാതെ കൈ തന്നതിനെ നിസ്സാരമായി കണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ അതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ തല കുത്തി മറിഞ്ഞാലും നടക്കുകയാണ്. ഇനി അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇരട്ടി അധ്വാനമായിരിക്കും. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് നമ്മളെ കൊണ്ടൊരു കല്ല് ചെത്താൻ ഒക്കുന്നില്ല. അപ്പൊ പിന്നെ അന്ന് ഒരു കല്ല് ചെത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതാണോ? മോശയ്ക്ക് പണി വല്ലതും വന്നോന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 40 ദിവസം എന്റെ കൂടെ ഇരുന്ന മോശമല്ല, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ശരിയല്ല എന്ന് തമ്പുരാൻ ചിന്തിച്ചോ? നോ. 40 അല്ല 400 ദിവസം ഇരുന്നാലും മോശയോട് ദൈവം തമ്മിൽ ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കാര്യത്തും ദൈവം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ചിലർ ചിന്ത 40 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചില കാര്യത്തിലൊക്കെ തമ്പുരാൻ കണ്ണടക്കി വന്നാൽ തമ്പുരാൻ കണ്ണ് ഒന്നുകൂടെ തുറക്കുകയേ ഉള്ളൂ. ഒന്നും അങ്ങനെ അടച്ചുവിടുവൊന്നുമില്ല ദൈവം. സ്തോത്രം. അങ്ങനത്തെ ഒരു ചിന്താഗതിയും വേണ്ട. തമ്പുരാന്റെ പേര് നീതിമാൻ എന്ന, മനസ്സിലായോ? അത് വിട്ട് തമ്പുരാൻ അങ്ങോട്ട് പോകത്തില്ലല്ലോ. കണ്ടേ, തന്നെത്താൻ ചെത്തിയെടുത്തോണ്ട് ചെന്നു. ചെത്തിയെടുത്തോണ്ട് ചെന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിക്കോളാൻ പറഞ്ഞു. അടുത്ത പണി. നേരത്തെ കൽപ്പലക ചെത്തേണ്ട കാര്യമില്ലായിരുന്നു, എഴുതേണ്ട കാര്യമില്ലായിരുന്നു. തമ്പുരാൻ തന്നെ കല്ലെടുത്തു, തമ്പുരാന്റെ സ്വന്തം കൈവിലുകൊണ്ട് എഴുതുകയായിരുന്നു. ഇപ്പൊ മോശയോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ കല്ല് ചെത്തിയെടുത്തോണ്ട് വാ, ഞാൻ ഇറങ്ങി വന്ന് കാര്യം പറയാം, താങ്ക് യു, നീ എഴുതിക്കോളാൻ പറഞ്ഞു. കല്ലിൽ എഴുതണമെങ്കിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? സ്തോത്രം. ഇതാണ് തമ്പുരാൻ തന്നത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരികെ പ്രാപിക്കണമെങ്കിൽ നമുക്കൊരു അധ്വാനം ചില്ലറയല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴേ തമ്പുരാൻ തന്നത് വല്ലതൊക്കെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് തമ്പുരാന് പ്രയോജനപ്പെടണം. അതിനെ ആ നില കെയർ ചെയ്യണം. അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. അത് യൂട്ടിലൈസ് ചെയ്യണം. സ്തോത്രം. നിങ്ങളിലുള്ളതൊന്നും നിങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? സ്തോത്രം. മറക്കരുത്. ഞാൻ ഇതിലെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോഗോസ് എന്ന് പറഞ്ഞ വിഷയം അത് നമുക്ക് ആ സബ്ജക്ട് പഠിക്കുന്നതിനകത്ത് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ റൂട്ടിൽ കൂടെ പോവും എന്നുള്ളത് കൊണ്ട് ഞാൻ അത്രമാത്രം പറഞ്ഞ് ആ ഭാഗം വിടുന്നു. വചനത്തെ അന്നും ഇന്നും ഉടച്ചു വാർക്കാൻ ലോകശക്തികൾ കിണഞ്ഞു പരിശ്രമിച്ചു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞ് ആ ഭാഗം വിട്ടു കളയുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരും. നോക്കൂ, യോഹന്നാനെ ദൈവം ജീവിതത്തിലേക്ക് മടക്കി വരുത്തി. യോഹന്നാനിൽ കൂടെ ദൈവം ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പത്മോസിൽ നിന്ന് ആരും ഇന്നുവരെ മടങ്ങി വന്നിട്ടില്ല എക്സെപ്റ്റ് ജോൺ. യോഹന്നാൻ ഒഴികെ വേറെ ആരും. അങ്ങനെ മടക്കി കൊണ്ടുവന്നതിന് പിന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഓർക്കും, യോഹന്നാന്
ഈ പത്മോസിൽ വെച്ചൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമല്ലേ. ദൈവസഭയുടെ ഭാവി പ്രത്യേകം സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും യോഹന്നാനല്ലേ കാണിച്ചു കൊടുത്തത്. യെസ്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കണ്ടോ? ഇന്ന് കാണുന്ന ഈ സ്പിരിച്വൽ സ്ലൈഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇന്നത്തെ ഈ ആത്മാവിൽ വീഴുന്ന പല കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. തൊട്ട ഉടനെ എല്ലാം കൂടെ ഉരുണ്ട് വീഴുക. ഇപ്പൊ പിന്നെ ഒരു ഗുണമുണ്ട്, വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിടിക്കാൻ പുറകിൽ ആൾക്കാരുണ്ട്. യൂണിയൻകാർ പുറകെ നിൽക്കുക. ഓരോ സമയത്ത് ഓരോ യൂണിയനിലെ ആൾക്കാരായിരിക്കും മാത്രമേ ഉള്ളൂ. BMSന്റെ കാണും, INTUസിന്റെ കാണും, CHUന്റെ കാണും. ഇപ്പം തൊട്ടാ കാശാണല്ലോ. അതിന് യൂണിയൻകാരുണ്ട്. തൊട്ട ഉടനെ താഴെ വീഴുന്നവരെ ടേക്ക് കെയർ ചെയ്യും. ഞാൻ ഇന്ന് വരെ വേദോസത്തിലെ പോലെ വീഴുന്ന ആരെയും കണ്ടിട്ടില്ല. ആത്മാവിൽ വീഴുകയാണെങ്കിൽ കവിണ്ണു വീഴണം. അബ്രഹാം ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ദാവീദ് ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ഇനി പോരെങ്കിൽ കർത്താവിനെ പിടിക്കാൻ പട്ടാളക്കാർ വന്നില്ലേ, ഞാനാകുമെന്ന് പറഞ്ഞു, അവന്മാരും കവിണ്ണു വീണു. കൊരിന്ത്യലേഖനം 14-ാം അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കവിണ്ണു വീണ് അവരുടെ പാപങ്ങളെ ഏറ്റുപറയും. എല്ലാം കവിണ്ണു വീണെന്ന് ഇന്ന് കാണുന്ന മുഴുവൻ മലന്ന് വീഴും. എല്ലാം മലന്ന് വീഴുക. ചിലയിടത്തൊക്കെ പിന്നെ ബെഡ്ഷീറ്റും എല്ലാം ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത്. കാരണം വീണ് കഴിഞ്ഞുള്ള സീൻ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതിന് ബെഡ്ഷീറ്റുമായിട്ട് നിൽക്കുന്നവരുണ്ട്, അതിനൊക്കെ ഡ്യൂട്ടിക്ക് ആൾക്കാരുണ്ട്. സ്വോത്രം. ആത്മാവിന്റെ ഐതിഹ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. എടാ, ഒരു വെളിവും ബോധം ഇല്ലാത്തവനെ വെളിവുണ്ടാക്കുന്നതാണ് അഭിഷേകം എന്നാ വേദവസം പഠിപ്പിക്കും. സ്വോത്രം. ഇവിടെ ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിച്ചപ്പാട് പോകുന്ന ഇങ്ങനെ കരുതുള്ളിൽ നിൽക്കുക, എന്നെ പിടിക്കരുത്, ഞാൻ എനിക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞ് നിൽക്കുക. അതിന്റെ പേര് പ്രിയരെ അഭിഷേകമൊന്നല്ല. സ്വോത്രം. ഈ വരുന്നവന്റെ അഭിഷേകം എന്താണെന്ന് നമുക്കൊട്ട് വിവേചിക്കുകയും വേണ്ട. സ്വോത്രം. മനസ്സിലായി? അതിനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ആത്മാവിന്റെ വെളിപ്പാടൊക്കെ വരുമ്പോ ഇങ്ങനെ പല രീതിയിൽ പേരുമൊക്കെ വിളിച്ചിട്ട് എന്നെ ഇതുപോലൊരു സഹോദരിയെ കാണിക്കുന്നു. അതിനെന്താ? ഒരു സഹോദരി പേര് പറഞ്ഞ് വിളിച്ച്, മകളെ നീ പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ജീവിതം കലങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന എത്ര പേരോട് എനിക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റുമെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചത്താമെന്ന് ചിന്തിക്കാത്ത ഒരെണ്ണ വേലി ഇവിടെ തിരിപ്പുണ്ടോ? ഉണ്ടോ? നീ രണ്ട്, നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുന്നതാണോ പ്രവചനം? എനിക്കതും മനസ്സിലാകുന്നില്ല. കാരണം അത് നമ്മൾ അനുഭവിച്ചതിനേക്കാൾ വലുതാണോ ഒരുത്തം വിളിച്ചു പറയുന്നത്? ആണ്. അപ്പൊ നമ്മൾ എത്ര കറക്റ്റാന്നറിയാമോ പറഞ്ഞത്? സൂസിയെന്ന് വിളിച്ചപ്പോ ഞാൻ അങ്ങ് തകർന്നു പോയി. എന്തിന്? ദേവദാസൻ ചേച്ചെന്ന് എന്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് തകർന്നു പോയി. സൂസിയെന്നുള്ള വിളി കേട്ടത്. ആ സൂസി അച്ഛൻ ചന്തയ്ക്ക് പോയിട്ട് ഒരു വട്ട സാധനമായിട്ട് വന്നേച്ച് വാർക്കരുന്ന് ഉള്ളാസ് വെള്ളത്തിന് വേണ്ടി സൂസിയെ എന്ന് 9 പ്രാവശ്യം വിളിച്ചിട്ട് അനങ്ങാത്ത സൂസി സ്റ്റേജ് തന്നെ ഒരുത്ത സൂസി എന്ന് വിളിച്ചപ്പോഴത്തേന് അങ്ങ് കുളിച്ചു കോരിയിടുക. സ്വോത്രം. ക്ലാസ് തീരുവൊന്നുമില്ല, ഞാൻ നിർത്തുകയില്ല. സ്വോത്രം. അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാ, എന്താ ഏതൊക്കെയാന്ന് വല്ല വെളിയും പോകും നമുക്കുണ്ടോ? നിങ്ങൾക്ക് എന്നാ ഒരു ആകാഴിക. സ്വോത്രം. നമ്മുടെ ക്ലാസ് ഇങ്ങനെയൊക്കെ പോവുള്ളേ. അങ്ങനെ പോയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് തിരുവെടുത്ത് പറഞ്ഞ അങ്ങനെയാ. കവിണ്ണു വീണു. മലന്ന് വീണതായിട്ട് ഒരിടത്തും പുസ്തകത്തില്ല. പക്ഷെ ഇന്ന് കാണണം മുഴുവൻ മലന്ന് വീഴുക. അവന്റെ തലയുടെ ഒബ്ലാങ്കാട്ട എല്ലാം ചെന്ന് നിലത്തടിച്ച് ഹിപ്പോ കാമ്പസ് വല്ല ഇളകിപ്പോയി. സ്വോത്രം. ആത്മാവ് വീണതല്ലേ? ആര് പറഞ്ഞു? എടാ, നിൽക്കുന്നെന്ന് തോന്നുവാൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. വഴുവഴുപ്പിൽ നിൽക്കുന്നവനെ ഉറപ്പിച്ച് നിൽക്കുന്നതാണ് അഭിഷേകം. സ്വോത്രം. അല്ല ഉരുട്ടിയിടുന്നതല്ല അഭിഷേകം. മനസ്സിലാവുന്നുണ്ടോ? വീഴാൻ തുടങ്ങുന്നവനെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് അഭിഷേകം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ. സ്വോത്രം.
അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കയറി ഗിമ്മിക്സ് കളിക്കാനായിട്ടോ ഇല്ലാത്ത ഇടപാട് നടത്താനായിട്ടോ നടക്കുകയില്ല, ചിന്തിക്കുകയും വേണ്ട. സ്തോത്രം. ഒരു ഡ്രാമയും ഇതിനകത്ത് നടക്കുകയില്ല. സ്തോത്രം. നമ്മൾ ഈ വചനത്തിന്റെ ഫ്രെയിമിനകത്തല്ലേ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ആ വചനത്തിന്റെ അതിര് വിട്ടു പോകുന്ന ഒരിടപാടിനകത്ത് നമ്മളില്ല, നടക്കുകയില്ല, സമ്മതിക്കത്തുമില്ല. അങ്ങനെയാണ് നമ്മുടെ പോകും, അല്ലേ? ചിലര് കണ്ടിട്ടില്ലേ, പ്രസംഗിക്കാനായിട്ടാ വരുന്നത്, പ്രസംഗമില്ലല്ലോ, ഒപ്പം അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു വാക്കെടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പ്രവചനം തുടങ്ങും. പിന്നെ ഒരു ഗുണം, അദ്ദേഹത്തിൽ നിന്നും അഭിഷേകം ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറെ ഗുണം കൊണ്ടുണ്ട്. കർത്താവിൽ നിന്നൊന്നുമല്ല, ഈ പുള്ളിക്കാരിൽ നിന്നും അഭിഷേകം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമുണ്ട്. പുള്ളിയെ ചെന്ന് തൊട്ടാ മതി, കണ്ടടിക്കുമ്പോൾ നമുക്കും കിട്ടും. പുള്ളി ഇതിന്റെ ഹോൾസെയിലാ, റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പുള്ളിയെ ചെന്ന് തൊടുമ്പം പുള്ളിക്കാരനെ വ്യാപരിക്കുന്നു, പിന്നെ അത് തൊടുന്നവരെല്ലാം വ്യാപരിക്കുന്നു. സ്തോത്രം. നമുക്ക് ഇത് സംബന്ധിച്ച് വേദവസ്തുക്ക് എന്ത് പറയുന്നുള്ളൂ നമുക്ക് അറിയാൻ വേണ്ട, ചിന്തിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു? നിങ്ങൾ വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയും എഴുന്നേറ്റ് പോവുകയും ഒന്നും ചെയ്യരുത്. വേദവസ്തു പറഞ്ഞ ഞാനും പറഞ്ഞ കാര്യം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ല നമ്മൾ യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഞാൻ പൊട്ടത്തരാ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. സ്തോത്രം. മുമ്പൊന്ന് പരിശുദ്ധാത്മാവിന് ഒരു മീഡിയേറ്റർ വേണ്ട, ഇപ്പൊ മീഡിയേറ്ററിലൂടെ കിട്ടത്തുള്ളൂ. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താ. സ്തോത്രം. ദയവായി ഇങ്ങനെയുള്ള ഡ്രാമ ഇതൊന്നും നമ്മുടെ ഇടയിൽ കാണരുത്. ഞാൻ ഇതെല്ലാം കണ്ട് സഹികെട്ടത്, അതുകൊണ്ടായി പറഞ്ഞു. ഒരുപാട് 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 ഞാൻ പറഞ്ഞില്ലേ, ഒരിടത്ത് ഒരു യോഗത്തിൽ എന്നിട്ട് ഞാനും കീബോർഡിസ്റ്റ് മാത്രമുണ്ട്, നേരെ നിൽക്കും. അയ്യോ, അന്ന് പലരും പറഞ്ഞു പുള്ളി ഭയങ്കര പ്രസംഗമൊക്കെ ആണെങ്കിൽ അഭിഷേകം ഇല്ലെന്നും. എങ്ങനെയുണ്ട്? അഭിഷേകം ഉണ്ടെങ്കിൽ ഞാനും തുള്ളണ്ടേ? ആ തുള്ളലാണ് അഭിഷേകമെങ്കിൽ എരുമയിലുള്ള ആൾക്കാർക്കല്ലേ അഭിഷേകം കൂടുതൽ. അവിടെ തുള്ളുന്ന പോലെ ആരും തുള്ളുന്നില്ലുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തുള്ളൽ നടക്കുന്ന സ്ഥലം എരുമേലില്ല. എത്ര കോടി ആൾക്കാരാ തുള്ളുന്നെന്നറിയോ? സ്തോത്രം. പണ്ട് ഞാൻ കൂട്ടുതറ 35 ദിവസം സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയ സമയം ഞാൻ ഓർക്കുന്നു. എരുമേലി ആ ജംഗ്ഷനിൽ വന്നപ്പോ അന്ന് സ്വന്തമായിട്ട് വണ്ടി ഒന്നും ഇല്ലല്ലോ. ബസ്സേ പോകുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ഇരുന്നുണ്ട്, ഇവരുടെ ബലൂണൊക്കെ എടുത്തിട്ടുണ്ട്. എടുക്കാം, അവർക്ക് സന്തോഷമില്ല. ഞാൻ എന്തിനാ പറയുന്നത് അറിയാമോ? തുള്ളലാണ് അഭിഷേകം, നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ അഭിഷേകം ഉള്ളവൻ തുള്ളും. രണ്ടും ഞാൻ പറയാം. അഭിഷേകം ഉള്ളവൻ തുള്ളും, അത് വേറെ കാര്യം. പക്ഷെ തുള്ളൽ അഭിഷേകമല്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവം സ്നേഹം, പക്ഷെ സ്നേഹം ദൈവം അല്ലല്ലോ, ആണോ? ആ ദൈവം സ്നേഹം, പക്ഷെ സ്നേഹം ദൈവമല്ല എന്ന് പറഞ്ഞല്ലോ ഉള്ളൂ. ഇതും തുള്ളൽ അഭിഷേകമല്ല, പക്ഷെ അഭിഷേകം ഉള്ളവൻ തുള്ളും, അത് വേറെ കാര്യം. തുള്ളണം, നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. അല്ല ഇങ്ങനെ പാറ പോലെ നിന്ന് പോസ്റ്റ് പോലെ നിന്നല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. തുള്ളണം, നൃത്തം ചെയ്യണം. അത് തന്നെ പുസ്തകം പഠിപ്പിക്കുന്നു. ഞാനത് എതിരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നോ നോ നോ, അങ്ങനല്ല. നിങ്ങളൊക്കെ കൂടുതലൊക്കെ തുള്ളുക നൃത്തം ചെയ്യുന്ന ആളെ നിന്നെ ഞാൻ. പക്ഷെ ഷുഡ് ബി ഡീസന്റ്ലി ആൻഡ് ഓർഡർലി. മനസ്സിലാകുന്നുണ്ടോ? അവിടാണ് ഒരു വിഷയം. അല്ല അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ട് കാലും പറിച്ചുകൊണ്ട് ചാടുക എന്നുള്ളതല്ല. സ്തോത്രം. സന്നിധി ബോധം നമുക്കുണ്ടാകണം. എവിടാണെന്നുള്ള ബോധം നമുക്ക് വേണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സാറാപ്പുകളൊക്കെ തുള്ളി ഊപ്പാട് തീരണ്ടേ, അല്ലേ? അല്ല അത്രയും വ്യാപാരം നമുക്ക് ഏതായാലും ഉണ്ടാവുകയല്ലോ. ഉണ്ടോ? പക്ഷെ എത്ര ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കത് കണ്ട് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ച് അതനുസരിച്ച് പോകാനായിട്ടാണ്. സമയമൊന്നും ആയില്ല, അരമണിക്കൂറേ ആയുള്ളൂ. സ്തോത്രം. ഇനി അരമണിക്കൂർ കൊണ്ട് നമുക്ക് ദൈവവചനം പഠിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എത്ര പെട്ടെന്ന് അരമണിക്കൂർ പോയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് പിണങ്ങിയോ? പിണങ്ങിയാലും ഞാനിത് പറയും. പിന്നെ പറയാതിരിക്കാൻ നോക്കത്തില്ലല്ലോ. നമുക്ക് നന്നാകണ്ടേ? വേണം. വേറെ ഉദ്ദേശത്തിലൊന്നും അല്ല പ്രിയര്. ഞാൻ എപ്പോഴും പറയുള്ളൂ, എനിക്ക് നിങ്ങളെ ഏത് ക്ലാസ് ഒക്കെ നല്ല പോയിന്റ് കുറച്ച് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടല്ല.
നിത്യതയിലേക്ക് വിരൽ ചൂണ്ടി നിത്യതയിലേക്ക് വെളിച്ചം വീശി ആ ഒരു ഫോക്കസ് എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഞാൻ ഇന്ന് പകല് ഒന്ന് രണ്ട് പ്രസംഗങ്ങളുടെ ഇത് വീഡിയോ ഞാൻ വേറെ സബ്ജക്ട് നോക്കി വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇപ്പൊ എന്തുവാ ഇവരെല്ലാം ഇത്രയും മാറ്റമൊക്കെ ഇപ്പൊ വന്നല്ലോ. അമേരിക്കയിൽ പോലും പോയപ്പോൾ നല്ല ജുബായിക്കിട്ട് സംസാരിച്ച മനുഷ്യൻ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഇവിടെ വരെ കൈയും മടക്കി വെച്ചോണ്ട് ഇവൻ പാർട്ടിക്കാരനാണോ, ഡിവൈഫൈഡ് ആളാണോ, INTUസിലെ ആളാണോ ഒരു പിടിയില്ല. ആ രൂപത്തിൽ നിൽക്കുക. സ്തോത്രം. പോട്ടെ, ഞാനിത് എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്കൊരു ബോറിംഗ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ. ജനം കെട്ടഴിഞ്ഞവരായിപ്പോയി. കണ്ടോ? ദൈവം തന്നെ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് മോശയ്ക്ക് വന്ന പണി ചില്ലറയല്ലാണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും ബാക്കി ഞാൻ പിന്നെ പറഞ്ഞോളൂ. ഞാൻ ഒരു ഗുണദോഷം ഒരു ആലോചനയുടെ തന്നു പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവം തന്നതേ സേഫ് ആയിട്ട് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഉടച്ചു കളഞ്ഞിട്ടില്ല, തകർത്ത് കളഞ്ഞിട്ടില്ല. ദൈവം എന്നെ നേരിട്ട് ഫലമേൽപ്പിച്ചത് ഇന്നും ഭദ്രമായിട്ട് എന്റെ കയ്യിലുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ തന്റെ ഇടമുണ്ട്. സ്തോത്രം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നോട് പറയണ്ട, നിങ്ങളുടെ സഭാപാസ് പറയണ്ട, ആരോടും പറയണ്ട. കിടക്കുന്നതിന് മുമ്പ് കട്ടിലോട് ചേർത്തപ്പായിട്ട് മുട്ടുകൂത്തുന്നു. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ദൈവം എന്നിൽ തന്നതിൽ എവിടെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ചോർന്നു പോയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? 10 ദിരഹ്മയിൽ ഒരെണ്ണം കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി. തിരികെ കിട്ടിയപ്പോൾ അവൾ സന്തോഷിച്ചു. ഞാൻ എന്റെ കാരണം പറഞ്ഞു. എന്താണ് കാരണം? പത്തനത്തിലോ ഒന്നല്ലേ പോലും ബാക്കി 9 ഉണ്ടല്ലോ ചിന്തിച്ച കാര്യം നടക്കുകയല്ല. അവിടാണ് യഹൂദന്റെ സിസ്റ്റം നിങ്ങൾ അറിയേണ്ടത്. ഒരു യഹൂദ ചെറുപ്പക്കാരൻ മുതൽ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ അവൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ദ്രഹ്മ. ഇഷ്ടപ്പെട്ടു അച്ചാരമായി കൊടുക്കുന്നതാണ് ഈ ദ്രഹ്മ അല്ലെങ്കിൽ ആ കോയിൻസ്. വിവാഹം കഴിക്കാൻ വരുമ്പോൾ ഈ ചെറുക്കൻ കൊടുത്ത ആ കോയിൻസ് അല്ലെങ്കിൽ ആ ദ്രഹ്മ കംപ്ലീറ്റ് തിരികെ കാണിക്കണം. അതിൽ ഒരെണ്ണെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ വിവാഹം നടക്കുകയല്ല. ചെറുക്കന് മനസ്സിലാകും, ഞാൻ ഏൽപ്പിച്ച കാര്യത്തിൽ ഇവൾ വിശ്വസ്തയല്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറയും. ഈ പെങ്കൊച്ചന് അങ്കലാപ്പുണ്ട്, അതിന്റെ കാര്യം പിടികിട്ടിയോ? 10 ഉണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി. വിളക്കടിച്ചടിച്ച് ഒരെണ്ണം കിട്ടിയപ്പോ അവൾ എന്തിനാ സദ്യയൊക്കെ നടത്തി ആൾക്കാരെല്ലാം വിളിച്ചത്? ഇത് ഒരെണ്ണം പോയെന്ന് അറിഞ്ഞപ്പോഴേ നാട്ടുകാർ പറഞ്ഞു അവിടെ കല്യാണം തീർന്നു, ഇനി നടക്കുകയല്ല. അത് പറഞ്ഞവരെല്ലാവരും വിളിച്ചു കൂട്ടി അവൾ അന്നേരം തന്നെ ഒരു ടീപ്പാർട്ടി നടത്തിയായിരുന്നത്. അപ്പൊ പിടികിട്ടിയോ? സ്തോത്രം. നഷ്ടപ്പെട്ട കല്യാണം നടക്കുകയല്ലെന്നാ ഞാൻ ഈ പറഞ്ഞേ. ഏത് കല്യാണോ? നമുക്ക് കുറി കിട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുക. കല്യാണക്കുറിയൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. സ്തോത്രം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? കല്യാണത്തിന്റെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം. ഏൽപ്പിച്ചത് കളയാതെ ഒറ്റൊരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ കയ്യിലുണ്ടെങ്കിലേ കല്യാണത്തിൽ പങ്കെടുക്കാൻ നോക്കൂ. സ്തോത്രം. മണവാട്ടി സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിലേ തമ്പുരാൻ നേരിട്ട് തന്നതൊക്കെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാതെ ഉണ്ടായിരിക്കണം. സ്തോത്രം. പറ്റുമോ? പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ വി ആർ അക്കൗണ്ടബിൾ. നമ്മൾ കണക്ക് കൊടുത്തേ മതിയാണ്. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന ആളിൽ എന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കും. 5 ഞാൻ ഏൽപ്പിച്ചു, 5 കൂടെ നേടിയല്ലോ. 2 കിട്ടി, 2 കൂടെ നേടി. 1 ഉണ്ടെങ്കിലും അത് വിനിമയം ചെയ്യണം, കുഴിച്ചിടരുത്. ലഭ്യമാകുന്ന നാളുകൾ, ലഭ്യമാകുന്ന സമയം, ലഭ്യമാകുന്ന സന്ദർഭങ്ങൾ കർത്താവിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതൊക്കെ വ്യാപാരം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കി വേണം ക്രിസ്തുജീവിതം മുന്നോട്ട് നയിപ്പാൻ. എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്ന ബാക്കി വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട്സ് ഞാൻ ഇന്ന് തയ്യാറാക്കി. കുറെ ദിവസങ്ങളായിട്ട് യോഹന്നാന്റെ സുവിശേഷമായതുകൊണ്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് മാത്രം പറയാതെ വളരെ മെനക്കെട്ട് ഞാൻ കുറെ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. സമയം
ഇപ്പൊ അരമണിക്കൂറിനുള്ള 3/4 മണിക്കൂർ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു. ബാക്കി ദൈവം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടല്ലോ. തിങ്കളാഴ്ച ബാക്കി പറയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.